പിന്നെ അയാൾക്ക് സംരക്ഷണം നൽകേണ്ടത് കോൺഗ്രസോ ലീഗോ അല്ല. അയാൾക്ക് MLA ആണെങ്കിൽ MLA ആയ അവസ്ഥയിൽ സംരക്ഷണം നൽകേണ്ടത് നമ്മളിപ്പോ ക്ഷണിച്ചിട്ടില്ല. പ്രസിഡന്റ് ബാധിക്കില്ല എന്ന് പറയുമ്പോഴും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ലീഗിന്റെ അടക്കമുള്ള ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം ഒന്നും തദ്ദേശ സ്വയംഭരണത്തിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും പ്രതിഫലിക്കില്ല. ഞാൻ പറയട്ടെ, അതന്നെ സ്ത്രീകളെ ബാധിക്കുന്ന, സ്ത്രീകളുടെ വികാരമുറണപ്പെട്ട, സ്ത്രീകൾ അപമാനിതരായ ഒരുപാട് വിഷയങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഇതിനേക്കാൾ എത്രയോ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതൊക്കെ ആ രൂപത്തിലേ ഇതും നീങ്ങുള്ളൂ എന്നല്ല. ഇതൊരു വിഷയമായിട്ട് എടുത്തിട്ടില്ല. ഇത്രയും സ്ത്രീകൾ അപമാനിതരായി എന്ന് പറഞ്ഞാൽ അവരെ വിഷയം മണ്ഡലത്തിൽ ചർച്ച ആവില്ല എന്നാണ് പ്രശ്നം. നമ്മുടെ ദൃഷ്ടിയിൽ ഇതുവരെ പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ജാഥ നടത്തി, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 162 കേന്ദ്രങ്ങളിൽ നമ്മൾ പോയി. അവിടെ ഒരാൾ വന്നിട്ട് ഈ വിഷയത്തിൽ എന്താണ് പാർട്ടി ഇതെല്ലാം ഒന്നും ചെയ്യാത്ത ഒരു ചോദ്യം നമ്മളോട് ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ജില്ലാ കൗൺസിൽ, അതൊക്കെയാണ് ഞങ്ങളുടെ പരമോന്നത ബോഡി. അവിടെ നിന്നൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇപ്പം നമുക്കതിൽ പറയേണ്ടതുള്ളൂ, ബാധിക്കുമെന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇനി ജനങ്ങൾക്ക് ഞങ്ങളെ ജനപിന്തുണക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് 27-ാം തീയതി കാണും ചെയ്യാം. പറയുന്ന വിഷയങ്ങളെല്ലാം ഇനി 27-ന് വരുന്ന നേതാക്കളോട് അറിയിക്കും. അതിനുശേഷം ഒരു തീരുമാനം. അങ്ങനെയാണ്. അതല്ല, ഇത് സംബന്ധമായി ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളോട് വല്ലതും ആശങ്ക അറിയിച്ചാൽ ആ ആശങ്ക ഞങ്ങൾ സംസ്ഥാന നേതാക്കന്മാരുമായി ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് അതിനുശേഷം പറയും. അവസാനമായിട്ടുള്ള ഒരു കാര്യം, ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയാണ് ഇന്നലെ ഈ വോട്ടർമാരുടെ ഇടയിലൊക്കെ ഈ MLA കൊണ്ടു നടക്കുന്നത്. അത് സമൂഹത്തിന് മോശം സന്ദേശം. അത് നമ്മളെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. അത് അറിഞ്ഞെങ്കിലേ പറയാൻ കഴിയും. മരണ വീട്ടിൽ ഞാൻ ചെന്നപ്പോ അയാളില്ല. ഞാനും അതെനിക്കറിയാം. ഞാൻ ചെന്ന സമയത്ത് ഞാനും പത്രക്കാരെ കണ്ടു. എന്നോട് വന്നിട്ട് ചോദിച്ചു ഇത് അനുശോചനം. ഞാൻ ചെന്ന സമയത്ത് അവിടെ ശംസുദ്ദീൻ ഉണ്ട്, പിന്നെ കോൺഗ്രസിന്റെ കുറച്ച് നേതാക്കളുണ്ട്. ഇനി ഇപ്പോൾ MLA എന്ന നിലയ്ക്ക് രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുകയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇനി ഇങ്ങനെ ഉള്ള വേദികളിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്താത്തോടത്തോളം കാലം നിങ്ങൾ സഹകരിക്കില്ല എന്നാണോ, അതോ വേദി പങ്കിടുന്നാണോ? അല്ല, നമ്മളെ സഹകരണവും നിസ്സഹകരണത്തിന്റെ പ്രശ്നം വരുന്നില്ല. അയാൾക്ക് സംരക്ഷണം നൽകേണ്ടത് കോൺഗ്രസോ ലീഗോ അല്ല. അയാൾക്ക് MLA ആണെങ്കിൽ MLA ആയ അവസ്ഥയിൽ സംരക്ഷണം നൽകേണ്ടത് നമ്മളിപ്പോ ക്ഷണിച്ചിട്ടില്ല. രാഹുൽ ഉള്ള പാലക്കാട് മണ്ഡലത്തിൽ ഇതുകൊണ്ടല്ല, നമ്മളിപ്പോ ലീഗിന്റെ സമ്മേളനമാണ്. അല്ല പ്രസിഡന്റ്, ഈ രാഹുൽ ഉൾപ്പെടെയുള്ള ഈ രാഹുലിന്റെ പാലക്കാട് മണ്ഡലത്തിൽ വെച്ചാണ് ലീഗിന്റെ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ MLA എന്ന നിലയ്ക്ക് രാഹുലിനെ ക്ഷണിക്കാൻ അങ്ങനെ അങ്ങനെ ബാധ്യതല്ല. ഇല്ലല്ല, അതൊന്നും ഞങ്ങൾ പാർട്ടി ഇതല്ല. അത് അവരിൽ ഞങ്ങളെ അങ്ങനെ വിളിക്കാറുണ്ട്.